വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ തിരുവചനങ്ങൾ. 72 പേർക്ക് യേശു നൽകിയ നിർദ്ദേശങ്ങളും അവരുടെ പ്രേക്ഷിത പ്രവർത്തനം നിഷേധിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലവും പറഞ്ഞതിന് ശേഷം തങ്ങളുടെ ദൗത്യത്തിലുള്ള വിജയത്തിൻ്റെ സന്തോഷം അവർ യേശുവിനോട് പങ്കുവയ്ക്കുക. പിശാചുകൾ പോലും തങ്ങൾക്ക് കീഴ്പ്പെടുന്നു. യേശു അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. സർപ്പങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾക്ക് 2 സൂചനകളുണ്ട്. പ്രേക്ഷിതർ ബുദ്ധിപൂർവ്വവും വിവേകത്തോടെയും പ്രേക്ഷിത ദൗത്യം നിർവഹിക്കണം. പിശാചിൻ്റെ കൗശലപൂർവമായ സമീപനത്തെക്കുറിച്ച് സൂക്ഷിക്കുകയും വേണം. തങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ വിജയത്തെക്കുറിച്ച് സന്തോഷിക്കുന്നത് സൂക്ഷിച്ചു വേണമെന്ന് യേശു അവരെ ഓർമ്മപ്പെടുത്തുക. കൂടാതെ യേശു അവരോട് ഉദ്ബോധിപ്പിക്കുക, പിശാചുകളുടെ മേലുള്ള തങ്ങളുടെ വിജയത്തിലല്ല അവർ സന്തോഷിക്കേണ്ടത്, മറിച്ച് ജീവൻ്റെ പുസ്തകത്തിൽ അവരുടെ പേര് എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നതിലാണ് അവർ സന്തോഷിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ പേരുകൾ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെടുന്നുണ്ടോ? നമ്മുടെ ജീവിത പ്രവർത്തനങ്ങൾ ഏത് വിധേനയാണ്? ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്ത് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നുണ്ടോ? നമ്മൾ ജീവന കർത്താവായ ശംശനീകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നീക്കുമാണ്.